ഈ ലോഗോ എന്ന് പറയണത് ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാനിപ്പോ പണിയെടുത്തിട്ട് എന്നിട്ട് വേണം ഇതിനൊക്കെ എടുത്ത് മറ്റേ അകത്ത് ബിഹൈൻഡ് ദ സീൻ ഇടാം. ഞാൻ കേക്കട്ടെ ആദ്യം. ഈ ലോഗോ എന്നൊക്കെ പറയണത് പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പേ പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാത അത് വേറെ എടുക്കാം. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇതായിട്ട് നടത്തിയിട്ട് അത് പറഞ്ഞു ഒന്ന് വെറുതെ പറഞ്ഞ അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. അതൊന്ന് സ്പീഡിൽ പറഞ്ഞ അങ്ങ് പറ. അതിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റില്ല. ലോകം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. അത് ശരിയാ. പക്ഷെ അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിയിടണം നിങ്ങള്. ഈ കൈ വെച്ച് തള്ളണം. ഭാരത് മാതാ കീ ജയ്. അതങ്ങ് പറഞ്ഞങ്ങ് പോയാ മതി. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. ഷോ ആയിപ്പോല്ലേ? ഞാൻ പണിയെടുത്തിട്ട് വേഗം അങ്ങനെ മറ്റേ മതിയെങ്കിൽ ബാക്കി ഇംഗ്ലീഷ് ഉണ്ടാ വിളിക്കും. ഭാരത് മാതാ കി ജയ് പറ. അതെങ്ങനെയാ? വെറുതെ പറ ഭാരത് മാതാ കി ജയ്. ഇതിനകത്ത് നോക്കിട്ട് പറഞ്ഞാ കാണട്ടടി. ഭാരത് മാതാ കി വേണോ? ഞാൻ എങ്ങനെ ഇപ്പൊ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. വേണം ഇങ്ങനെ കേട്ടോ. അങ്ങനെ വേണ്ട. നിങ്ങൾ ഒരു കൈ വെച്ച് എന്നെ ഒറ്റ തള്ളം കൊണ്ട് തള്ളിയാൽ നന്നായി. അപ്പൊ അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ ഈ പാകിസ്ഥാൻ നന്നാവണ്ട. ഇനി അടുത്തത് ഭാരത് മാതാ കീ. ഇവിടെ നോക്കണം. ഇവിടെ നോക്കണം. ഭാരത് മാതാക്ക് ജയ് പറയണോ? ഓണാണ്. ഭാരത് മാതാ കീ. ഓക്കെ ഓണായി. ഈ ലോകം എന്നൊക്കെ പറയണത് ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാനിപ്പോ പണിയെടുത്തിട്ട് അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. സ്റ്റാർട്ട്. പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഈ പാകിസ്ഥാൻ നന്നാവണ്ട. ഇടി റെക്കോർഡായില്ല. എടി ഞാൻ ഓണാക്കി. ഈ ലോഗോ എന്നൊക്കെ പറയുമ്പോ പാകിസ്ഥാൻ പെടില്ലേ? ചോദിച്ചേ. ഈ ലോഗോ എന്നൊക്കെ പറയുമ്പോഴേ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? എവിടെയൊന്ന് നോക്കി പ്ലേ ചെയ്ത് നോക്കി. ഭാരത് മാതാ കീ ജയ്. മതിയാ?